ഇതാണ് കേട്ടോ ഞമ്മളെ മംഗളൂരു. മംഗലാപുരം തണ്ണീർബാവി ബീച്ചിൽ വന്നിട്ടുണ്ടോ? മാംഗ്ലൂർ പ്ലേസ് ഒക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കാണുക. ബീച്ചിൽ വരുന്നത് തന്നെ ഒരു പോസിറ്റീവ് വൈബാണല്ലേ. ചിലപ്പോ എനിക്കും അങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ കൂടുതലായിട്ട് സന്തോഷമായാലും സാഡ് ആയാലും വരുന്നത് ബീച്ചിലാണ്. ബീച്ചിൽ വരുമ്പോൾ തന്നെ മൈൻഡ് റീഫ്രഷിങ് മൈൻഡാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും ഹാപ്പി കിട്ടുന്ന ഒരു പ്ലേസുമാണ് ബീച്ച് ആൻഡ് പാർക്ക്. സോ അവരുടേതായ രീതിയിൽ ഞാൻ അവരെ വിട്ടിട്ടുണ്ട് കളിക്കാൻ വേണ്ടി. ബീച്ചിൽ വരുന്നത് തന്നെ എൻജോയ് ചെയ്യാനാണ്. പക്ഷെ കുട്ടികളെ മാത്രം പേരൻസ് ശ്രദ്ധിക്കണം. 6 o'clock ആകുമ്പോ തന്നെ സൺസെറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലേ. യെസ്, എന്തോ ഒരു രസമല്ലേ ഇങ്ങനെ കാണുമ്പോ തന്നെ. കുട്ടികൾക്കാണെങ്കിൽ ഓരോ എന്റർടൈൻമെന്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്രയും ദിവസം ഞാൻ ബീച്ചിൽ വന്നിട്ടും ഞാൻ വാട്ടറിന്റെ അടുത്ത് പോവാറില്ല. എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടികളെ പേടിയാണ്, അതുകൊണ്ടാണ്. ചെറിയ മോനാണെങ്കിൽ വാട്ടറിന്റെ അടുത്ത് ബീച്ചിന്റെ അടുത്ത് പോണം എന്ന് പറഞ്ഞു. കുറച്ചു നേരം അവന്റെ കൈ പിടിച്ച് അവിടെ കളിച്ച് നേരെ നമ്മൾ ഈ മണ്ണിന്റെ സൈഡ് വന്നു. അവർക്ക് ഓരോരോ കളി പഠിപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ ഉമ്മാനോട് ഏൽപ്പിച്ചിട്ട് ഒരു ചെറിയൊരു റീൽസ് എടുക്കാന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഉദ്ദേശിച്ച റീൽസ് ആട് ജീവിതം ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കെന്തോ ഒരു ആൾക്കാരൊക്കെ ഇരിക്കും, എനിക്കത് ശരി കണ്ടില്ല. ഇതൊക്കെ എൻ്റെ ഉമ്മാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് എനിക്കൊക്കെ. ചെറിയ ഷോർട്സ് ഒക്കെ ഞാൻ ഉമ്മക്ക് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഉമ്മ ഇങ്ങനെ വീഡിയോ എടുത്തു, അങ്ങനെ വീഡിയോ എടുത്തു പറഞ്ഞിട്ട്. പിന്നെ ഇത് ഞാൻ സെൽഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, ഒരു സൈഡിൽ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട്. പിന്നെ ആൾക്കൂട്ടത്തിന്റെ ആ ഒരു നടുവിൽ ഒരു വീഡിയോ എടുക്കാണ് മടിയായിരിക്കും. പക്ഷെ ഇത് ബീച്ചിന്റെ എൻഡ് ഭാഗമായത് കൊണ്ട് അത്ര ഒരു ക്രൗഡ് ഉണ്ടായിട്ടില്ല. നമ്മൾ നേരെ വരുന്നത് തണ്ണീർബാവിന്റെ എൻട്രൻസിലാണ്. ഇവിടെ 7:30 ആയാലും ക്ലോസ് ആയിട്ടില്ലായിരുന്നു. ഞാൻ എന്നും സൺഡേ വിസിറ്റ് ചെയ്യുന്നത് ഉല്ലാൽ ബീച്ചിലായിരുന്നു. ഉല്ലാൽ ബീച്ച് ആണെങ്കിൽ 6 o'clock ആണെങ്കിൽ എക്സിറ്റ് ആവണം. ഇവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ ഇത് പകൽ പോലെ ഉണ്ടോ? ഫുഡ് കോർട്ടിന്റെ അവിടെ എല്ലാം കണ്ടില്ലേ എത്ര മാത്രം ക്രൗഡ് ആണെന്ന്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബീച്ചില്. നമ്മളാണെങ്കിൽ ബീച്ച് പാർക്കിലൊക്കെ കറങ്ങിയിട്ട് നല്ലോണം ദാഹിച്ചുകൊണ്ടായിരുന്നു. ഈ ബീച്ചിൽ സ്റ്റേ ചെയ്യുന്നത് മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ, നമ്മളാണെ വലിയ ആൾക്കാരാണ്, പശുങ്ങൾ അതും ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഒരു ഭാഗം നോക്കിയാൽ കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ബീച്ച് സൈഡ്. സോ അവർക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 minutes ഞാനും ഉമ്മ കുട്ടികൾ ഒരു സൈഡിലിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി ഓരോരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോയിന്റെ കണ്ണ് കൂട്ടലാണെങ്കിൽ കുട്ടികളെ കണ്ണ് ടോയ്സ് ഷോപ്പിൽ എന്ന് പറയില്ലേ, അതേപോലെ കുട്ടികൾ ടോയ്സ് ഷോപ്പിന്റെ അടുത്ത് ഓടി. ചെറിയ മോൻ ഒരു കുഞ്ഞി കാർ എടുത്താൽ വലിയ മോനാണെങ്കിൽ ഒരു ലൈറ്റ് ബോൾ വാങ്ങി. സോ അവർക്ക് ഇത്തിരി ചെറിയ ടോയ്സ് കൊടുത്താൽ അവർ ഹാപ്പിയാണ്. ഒരു 15 to 20 minutes നമ്മൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിപ്പിക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് പുറത്ത് ഭയങ്കര രാത്രി തന്നെ ഹോട്ടാണ് കേട്ടോ. ഇവിടെ എക്സിറ്റ് ആവുന്നത് എല്ലാവരും 9:30 അതുവരെ ഇവിടെ ഇതേപോലെ ക്രൗഡ് ഉണ്ടാവും. ഞാൻ ഇരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്തോ ഉണ്ടായിരുന്നു പാർക്കിൽ. എന്തായാലും നിങ്ങൾ മംഗലാപുരം വന്നാൽ ഈ ഒരു ഏരിയക്ക് വിസിറ്റ് ചെയ്യാം. സൂപ്പർ ബി പ്ലേസ് ആണ് കേട്ടോ. ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മംഗലാപുരം ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഏതാണ് പ്ലേസ് എന്നൊക്കെ. ഓരോരോ പ്ലേസ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ കേട്ടോ. ഒരു ഫ്രണ്ട് എന്റെ വ്യൂവേഴ്സിന് ഹായ് പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഹായ് പറഞ്ഞു പോയാൽ മതി. ഇവിടെ ഇരുന്ന് എനിക്കും അടുത്തു വീട്ടിലേക്ക് പോവാന്ന് പ്ലാൻ ചെയ്തു. ഇപ്പൊ ടൈം 9 o'clock ആയി. ഇനി ഹോട്ടലിൽ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. എന്റെ വാക്കിൽ ഒരു ഈഗോ ഇല്ല, ജസ്റ്റ് സ്ലാങ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. Thank you for watching. Bye bye.